ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവേനെയാണ് കാണിക്കുന്നത്. ദേവേനെ അമ്പലത്തിൽ അർച്ചന ചെയ്യാൻ വന്നിരിക്കുക. അപ്പോൾ നയനയുടെ പേരിൽ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനയും അങ്ങോട്ട് വരിക. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മോള് വന്നായിരുന്നോ? ഞാനും വന്നമ്മേ. അല്ല മോള് എപ്പോഴെത്തിയത്? ഇപ്പം എത്തിയോളമ്മേ. ചേട്ടാ ഒരു അർച്ചനയും കൂടി ഉണ്ട്, ചാന്ദിനി. നാളെ പറയൂ. നാളെ അറിയില്ലല്ലോ. നാളെ അറിയില്ലേ? ഇല്ല. സാരമില്ല, നാളെ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ അർച്ചന ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സമയം അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഇപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവർക്കും നല്ല സംശയമൊക്കെ ഉണ്ട്. നമ്മളെവിടേക്കാണ് പോകുന്നത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതിൽ രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട്. കാരണം അനാമികയും അപ്പച്ചിയെ പിന്നാലെ നടക്കുക, എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അതെനിക്കും അറിയാം മോളെ, എന്ത് ചെയ്യാനാ? നടക്കുന്നവർ നടക്കട്ടെ, നമുക്കതൊക്കെ കണ്ട് മാറി നിൽക്കാനല്ലേ പറ്റൂ. എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞാലേ ശരിയാവില്ല. അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം അവർക്കൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ എങ്ങനെയെങ്കിലും നമ്മളെ തമ്മിൽ അകറ്റാനുള്ള വഴി നോക്കും. അതുകൊണ്ട് അത് വേണ്ട. ഈ സമയം പിന്നീട് അനാമികയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ ജലജയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പച്ചി എന്താ മോളെ? ഞാനൊരു കാര്യം പറയട്ടെ അപ്പച്ചി. എന്താ? അതെ, വലിയമ്മ ഇവിടെ നിന്നും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ കുളിച്ചൊരുങ്ങി നയനയും പോയിട്ടുണ്ട്. അവൾ രാവിലെ കുളിക്കുന്നത് കണ്ടു. അത് കേട്ടതും മനസ്സ് ശുദ്ധിയല്ലെങ്കിലും എന്നും രാവിലെ കുളിക്കാറവളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കുളിച്ചതായിരിക്കും മോളെ. ക്ഷേത്രത്തിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഇല്ല അപ്പച്ചി, എനിക്ക് നല്ല സംശയമുണ്ട്. രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് ഒരുമിച്ച് നിൽക്കുവാണോ എന്ന്. അതുകൊണ്ട് നമുക്കത് നോക്കിയാലോ അപ്പച്ചി? അത് കേട്ടതും മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അതെ, ഇവിടെ നിന്ന് ആദ്യം ഒരാൾ പോകുന്നു, അതിൻ്റെ പിന്നാലെ വേറൊരാൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ രണ്ടു പേർക്കും ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ ഒളിച്ചും അതും പോകുന്നത്. അല്ല അപ്പച്ചി, അങ്ങനെയാണ് സംഭവമെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റുമല്ലോ. അവരെ അമ്മായിയമ്മ മരുമോളും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചേ പറ്റും അപ്പച്ചി. എന്തായാലും അപ്പച്ചി വാ, നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോവാം. അത് കേട്ടതും അതെ മോളെ, അവരുടെ കള്ളത്തരം ഇന്നോടുകൂടെ തന്നെ പൊളിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം. മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കുളിക്കണ്ട അപ്പച്ചി. ഞാൻ കുളിച്ചിട്ട് വരാം, മോളും പോയി കുളിച്ചിട്ട് വാ. അയ്യോ ഞാൻ കുളിക്കുന്നില്ല അപ്പച്ചി, ഞാൻ ക്ഷേത്രത്തിലേക്കൊന്നും വരുന്നില്ല എന്നും പറയുക. അയ്യോ അതെന്താ മോള് വരാത്തെ? നമുക്ക് കാണണ്ടേ? അവരൊരുമിച്ചാണ് വരുന്നെങ്കിൽ ആ കാഴ്ച നമുക്ക് കാണാമല്ലോ. അത് കണ്ടിട്ട് രണ്ടിനെയും നേരിട്ട് പൊളിച്ചെടുക്കാമല്ലോ. അത് കേട്ടതും നമ്മുടെ അനാമിക എന്നാൽ ശരി ഞാനിവിടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി റെഡി ആവാനായിട്ട് പോവുക. ഈ സമയം പിന്നീട് അമ്പലത്തിലാണ് കാണിക്കുന്ന. അവർ വഴിപാടൊക്കെ കഴിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദേവി, എൻ്റെ മക്കൾക്ക് കുറവുകളൊന്നും ഉണ്ടാവരുതേ. എൻ്റെ നയനമ്മളുടെ ആദർശമോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുട്ടിയെ ചന്തുമോള്, ആ കുട്ടി എന്നും അവരുടെ മകളായിട്ട് തന്നെ ഉണ്ടാവണേ. നല്ല രീതിയിൽ നേർവഴിക്കും വളരണേ. എൻ്റെ നയനമോൾക്ക് ആദർശമോൻ്റെ ഒരു കുഞ്ഞിനെ കൂടെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരവിടെ ഒന്ന് പോരുക. നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക വരികയാണ്. കനകയെ കണ്ടതും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ കനകയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അടുത്ത് വന്നപ്പോൾ നമ്മുടെ ദേവേന് പറയുക, ഞാൻ ആദ്യം വന്നത്, പിന്നാലെ മോള് വന്നത്. കാരണം അവിടെ ആർക്കും ഇപ്പോൾ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്താ അറിയിച്ചാൽ അറിയിക്കുന്നുണ്ടോ? എന്താ കുഴപ്പം? നിങ്ങൾ ഒരുപാട് കള്ളങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. എൻ്റെ മോളുടെ ജീവിതമേ തകർന്നു. ഇനിയിപ്പോൾ സത്യങ്ങൾ പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ദേവേനെ, എൻ്റെ മോളുടെ ജീവിതം തകർന്നതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടത്തിലാണ്. എനിക്ക് ഓരോ ദിവസവും ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല. അത്രയ്ക്ക് സങ്കടമുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ മോളുടെ ജീവിതം തകരരുതെന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ നിങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനല്ല. അത്രയ്ക്ക് വേദനയുണ്ട്. ദേവയാനിയുടെ മകൻ ചെയ്തു വെച്ചൊരു കാരണം കൊണ്ട് ഇന്ന് എൻ്റെ മോള് വേദന അനുഭവിക്കുക. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല ദേവയാനി എന്നൊക്കെ പറയുക. അത് കേട്ടതും കാര്യം അറിയാതെയാ കനകെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താ കാര്യം അറിയേണ്ടതിന്? എൻ്റെ മോളുടെ ജീവിതം തകർന്നില്ലേ? ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താ അറിയണ്ടേ? നിങ്ങൾ തന്നെ പറ ദേവയാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മുടെ കനക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കനകയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ദേവയാനിക്ക് നല്ല സങ്കടമായി. അപ്പം നയനയ്ക്കും. അപ്പം നയന, അമ്മ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താടി അമ്മ വന്നേ എന്നും പറഞ്ഞ് നയന കനകയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം നമ്മുടെ കനക ചോദിക്കുക, എന്തിനാ നീ എന്നെ വിളിച്ചത്? അമ്മേ
ഞാനൊരു കാര്യം പറയാൻ വേണ്ടി അമ്മയെ വിളിച്ചത്. ദേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്നറിയാമോ? പാവ ആദർശൻ്റെ അമ്മ. ഇപ്പം ആദർശൻ്റെ അമ്മേനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പൊന്നു പോലെയാണ് സ്നേഹിക്കുന്നത്. അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നീ അത്രയും വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നത്. അവരുടെ മകൻ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെ നീ തെറ്റിദ്ധരിക്കാതെ അവൻ്റെ മകനോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പം പിന്നെ അവർ നിന്നെ സ്നേഹിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിലുള്ളവർ മുഴുവനും കള്ളങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചു വെക്കുന്നവരാ. എന്തായാലും നിന്റെ ഭർത്താവ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റൊന്നും അല്ലല്ലോ നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത്. അമ്മ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. മോളെ, ഞാൻ നിന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയാ ഈ അമ്പലത്തിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നതും. ദൈവങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷനാ, ഒരുപാട് ടെൻഷൻ. ആ ടെൻഷനുകളൊന്നും പോകുന്നില്ല. എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാവുക. നാളെ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല എന്നൊക്കെ പറയാം. അമ്മേ, അതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാണ്. എൻ്റെ ആദർശേട്ടനോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അമ്മ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നത്. അച്ഛനോടും അമ്മ പറയണം. അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ മോളെ? എനിക്ക് നിൻ്റെ അച്ഛനോടൊന്നും പറയാനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് നിൻ്റെ കാര്യം കുറിച്ച് ഓർത്ത് തന്നെയാണ് വേവലാതി. ആദർശിൻ്റെ ഈ ഒരു ചീത്ത സ്വഭാവം അതൊരിക്കലും ഞങ്ങളുടെ ഒന്നും മനസ്സിൽ നിന്ന് മാറില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് സ്നേഹിച്ചതും ആദർശ മോനെയാണ്. പക്ഷേ ഇപ്പോൾ മോനെ എന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ക്രൂരതയാണ് അവൻ എന്നോട് ചെയ്തത്. അമ്മയ്ക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. അമ്മതേ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഒന്ന് മറിച്ച് ചിന്തിക്കേ. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആദർശിൻ്റെ കുഞ്ഞാണ് അതെന്ന് ആദർശ് തന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നത്? അത് ഞങ്ങളുടെ മകനൊന്നും അല്ലല്ലോ ഞങ്ങൾ കണ്ണു അടച്ച് വിശ്വസിക്കാതിരിക്കാൻ. ദേ അത് നിൻ്റെ ഭർത്താവാ, അനന്തപുരിയിലെ പയ്യനാ. അല്ലെങ്കിൽ ഈ പണക്കാർ പയ്യന്മാരൊക്കെ അങ്ങനെയാ, കാശുള്ളതുകൊണ്ട് പലതും ചെയ്യും. അവസാനം കാശ് അങ്ങനെ ചതിക്കപ്പെട്ട പെൺകുട്ടിക്ക് കാശ് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവൻ ഇതുവരെ നിൻ്റെ ഒരു കുഞ്ഞിന് നിനക്കൊരു കുഞ്ഞുണ്ടാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അറിയായിരുന്നു അവനുള്ള കുഞ്ഞിൻ്റെ കാര്യം. ആ കുഞ്ഞിനെ ഒരു 5 വയസ്സ് വരെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും. അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിലെനിക്ക് നല്ല ദേഷ്യമുണ്ട്. അമ്മ സത്യം അറിയാതെ സംസാരിക്കുന്നത്. ഇനി എന്ത് സത്യമായിട്ട് ഞാൻ അറിയേണ്ടത്? എന്ത് സത്യം അറിയേണ്ടതെന്ന്? നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാനിങ്ങനെ കരഞ്ഞും വിളിച്ചും നിലവിളിച്ചും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിൻ്റെ ഭർത്താവിനെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അവൻ ചെയ്ത തെറ്റുകളൊക്കെ നീ സപ്പോർട്ട് ചെയ്യുക. ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ഞാനത് സഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കനകയും കൂട്ടി ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയം കനകെ, എന്തു പറ്റി കനകെ? അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അമ്മയാണെങ്കിൽ ആദർശൻ്റെ മേലെ നല്ല ദേഷ്യത്തില്ല. എത്ര പറഞ്ഞിട്ടും ആ ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ല. അതൊക്കെ മാറും കനകെ, എല്ലാ സത്യങ്ങളും നീ അറിയുമ്പോൾ എല്ലാം തന്നെത്താനെ മാറും എന്നും പറയുക. അപ്പോൾ കനക ദേഷ്യപ്പെട്ട് ദേവിയുടെ മുൻപിലേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവയാനി, എന്താ മോളെ നല്ല ദേഷ്യത്തിലാണോ? അതെ എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ദേഷ്യം തന്നെയാണ്. എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അമ്മയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞെങ്കിലോ എന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അമ്മയുടെ വിഷമം മാറില്ല. കാരണം ഒരു മകളുടെ ജീവിതം സുരക്ഷിതമായപ്പോൾ മറ്റേ മകളുടെ ജീവിതം അത് ഇങ്ങനെയായി. അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ ഒരുപാട് വേദനിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. സാരമില്ല മോളെ, വിട്ടുകള, എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക. ഇറങ്ങുന്ന സമയത്ത് ദേ വരുന്നടാ അനാമികയും ജലജയും. അനാമികയും ജലജയും കണ്ടതും നമ്മുടെ നയന, ദേ അവൾ വരുന്നുണ്ട്. ദേ അനാമിക, അപ്പച്ചി ഉണ്ട് കൂടെ. രണ്ടെണ്ണം നമ്മുടെ പിന്നാലെ ഇറങ്ങിയിരിക്കും അന്വേഷിക്കാനായിട്ട്. എന്തായാലും ഞാൻ അകത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നയന ഓടി അങ്ങോട്ട് പോവുക. ഈ സമയം ജലജ പറയാണ്, അതെ എന്താ? ദേ നമുക്ക് അമ്പലത്തിലേക്ക് അകത്തേക്ക് പോയാലും മോളെ. വേണ്ട ഇവിടെ നിൽക്കാം. രണ്ടെണ്ണം ഒരുമിച്ചാണോ വരുന്നതെന്ന് അറിയാമല്ലോ, മാറി നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനാമിക ദേവയാനിയെ കാണാം. ദേ അവർ വരുന്നുണ്ട്. അതെ നിൻ്റെ വല്യമ്മ വരുന്നുണ്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ പതുക്കെ സംസാരിക്കുക. ഈ സമയം നയനെ കണ്ടിട്ട് കനക, എന്താടി നീ പോയില്ലേ? പോകാൻ പോയതാമേ. അപ്പോഴേക്കും അനാമികയും അപ്പച്ചിയും വരുന്നുണ്ട്. അത് കേട്ടതും, നീ എന്തിനാടി പേടിച്ച് മാറി നിൽക്കുന്നേ? എല്ലാം മറച്ചു വെച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നേ? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്താ പ്രശ്നം? അങ്ങനെയല്ല കാര്യങ്ങൾ. ദുഷ്ടക്കൂട്ടങ്ങളാണ് അവരൊക്കെ ഓരോന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തിക്കും. എന്ത് പ്രശ്നം? ആദർശ് ചെയ്തതിനേക്കാളും വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇത്. പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? അനാമികയോ ജലജയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേ നല്ല മുഖത്ത് നോക്കി മറുപടി കൊടുക്കണം. അല്ലെങ്കിലും ഇപ്പം അബിയുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അതെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, പത്മനാഭൻ ജനിച്ചതിന് ശേഷം നവ്യെ അവൻ പൊന്നു പോലെയാണ് നോക്കുന്നത്, നവ്യെ സ്നേഹിക്കുന്നതും.
അതുകൊണ്ടൊക്കെ തന്നെ അബിയെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ആദർശം അങ്ങനെയാണോ? പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുന്നത് പോലെയാ നമ്മുടെ മുൻപിലൊക്കെ ഓരോ തെറ്റും ചെയ്യാത്തതുപോലെ നടന്നത്. ഇപ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴേ ആദർശിൻ്റെ കാര്യം വല്ലാത്ത ഒരു ഇതായിട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ ആദർശിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദേഷ്യം വരിക. വിട്ടുകളാമേ, സാരമില്ല, അതിനെക്കുറിച്ച് ഒന്നിനും സംസാരിക്കണ്ട. അപ്പച്ചിയോ അനാമികയോ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും വിട്ട് പറയരുതേ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ റിക്വസ്റ്റ് ചെയ്യുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിയോട് ചലിച്ച് ചോദിക്കുക, ഓ മനസ്സിലായി, ഇപ്പം എല്ലാം മനസ്സിലായി. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ആരും അറിയാതെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഒത്തുചേരുക അല്ലേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദർശിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് വന്നതായിരിക്കും. ഓ, നീ എന്ത് കണ്ടിട്ടായി സംസാരിക്കുന്നേ? എന്ത് കണ്ടു എന്നാ ഈ പറയുന്നത്? എന്ത് മനസ്സിലായെന്ന് നീ പറയുന്നേ? ഓ, നയനയുടെ കാറ് കണ്ടിട്ടായിരിക്കും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വന്നത് അമ്പലത്തിലേക്കാണ്, അതും പ്രാർത്ഥിക്കാൻ, അല്ലാതെ അവളെ കാണാനല്ല. അതുപോലെ അവളുടെ കാർ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയും അകത്തുണ്ട്. അവൾ വന്നത് അവളുടെ അമ്മ വിളിച്ചിട്ടായിരിക്കും, അല്ലാതെ വേറൊന്നും നീ ചിന്തിക്കണ്ട എന്നും പറയുക. അത് കേട്ടതും വേണ്ട ഏട്ടത്തി കൂടുതലൊന്നും പറയണ്ട. ഇവിടെ മാത്രമല്ല അവിടെയും ഞാൻ പല കാഴ്ചകളും കണ്ടു. കാരണം ഏട്ടത്തെയും നയനയും കൂടെ ഭയങ്കര സ്നേഹത്തിലായതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലായെങ്കിൽ നീ പോയി ഇതാക്കി കളയരുതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കൊന്നേ പറയാനുള്ളൂ. വെറുതെ ഓരോരോ സംശയങ്ങളും കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. നീ വന്നത് ക്ഷേത്രത്തിൽ തൊഴാനാണെങ്കിൽ തൊഴുതിട്ട് പോകാൻ നോക്ക്. ഞാൻ അവളെ കാണണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ വെച്ചേ കാണും. എനിക്കാരെ പേടിക്കേണ്ടത്? എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിന്നെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ടെന്നൊന്നും നീ കരുതണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ഒരുമിച്ച് വന്നു ഇവിടെ കണ്ടു എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ 2 കാറിലാണ് വന്നത്. അത് നീ ചിന്തിച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് ദേവയാനി കാറിൽ കയറി പോവുക. ഈ സമയം ജലജ കേട്ടോ, അവർ പറഞ്ഞത് 2 പേരും ഒരു കാറിൽ വേറെ വേറെ കാറിലാണ് വന്നെന്ന്. അപ്പച്ചി, അതൊക്കെ അവരുടെ അടവാ. അവരെന്തായാലും നയനെ സ്നേഹിക്കുന്നുണ്ട്. അത് അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പച്ചി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇല്ലെങ്കിൽ തന്നെ അവളെ വെറുക്കുന്നവർ ഒരിക്കലും ഈ ക്ഷേത്രത്തിലേക്ക് അവൾ പോകുന്നുണ്ടെന്നറിഞ്ഞാൽ വരില്ല. ഇപ്പോൾ 2 പേരും ഇവിടെ വന്ന് ലോഹ്യം കൂടിയതായിരിക്കും. അതുപോലെ അവളുടെ അമ്മയും ആദർശേട്ടൻ്റെ കാര്യം സംസാരിക്കാനായിട്ടായിരിക്കും 3 പേരും ഇവിടെ ഒത്തുകൂടിയത്. എന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ അവൾ മാറിയതായിരിക്കും ആ നയന. എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് അപ്പച്ചി. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കള്ളത്തരം ഇതോടുകൂടി തന്നെ പൊളിച്ചെടുക്കണം അപ്പച്ചി എന്നും പറയുക. എന്നൊരു കാര്യം ചെയ്യാം മോളെ, ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പോവാം, മോളും വാ. അത് കേട്ടതും എനിക്ക് ഈ ദൈവങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല അപ്പച്ചി, ഞാൻ ഇവിടെ നിന്നോളാം എന്നും പറഞ്ഞ് അനാമിക അവിടെ തന്നെ നിൽക്കുക. ഈ സമയം ജലജ അകത്തേക്ക് പോവുക. അകത്തെന്നതും നയനയും കനകയും കൂടെ വരിക. അത് കേട്ടതും മനസ്സിലായടി, എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലായി. നിൻ്റെ അമ്മായിയമ്മ പോകുന്നത് ഞാൻ കണ്ടു. അമ്മായിയമ്മയും മരുമകളും പിന്നെ നിൻ്റെ അമ്മയും കൂടെ ഒത്തുകൂടാൻ വേണ്ടി വന്നാണ് ഇവിടെ. നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ. വെറുതെ അനാവശ്യം പറയരുത്. അമ്മ അമ്പലത്തിൽ തൊഴാൻ വന്നതാ. ഞാൻ വന്നത് എൻ്റെ അമ്മ വിളിച്ചിട്ടാ, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അത് കേട്ടതും എന്തിനാടി ഈ കള്ളം പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിൻ്റെ അമ്മായിയമ്മയെ നിനക്ക് ഇഷ്ടമല്ലേ? എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ മകൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ചിലപ്പോൾ നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടാവും. പിന്നെ നിനക്ക് ദൈവത്തെ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ? നിനക്ക് ആ കുഞ്ഞ് അവിടെ വന്നതിൽ വിഷമമൊന്നുമില്ലയെന്ന്. അത് കേട്ടത് നമ്മുടെ കനക നയനയുടെ മുഖത്തേക്ക് നോക്കുക. എനിക്കൊരു വിഷമവും ഇല്ല. എടി, ചില കള്ളങ്ങളൊക്കെ പൊളിക്കാൻ എനിക്കറിയാം. നിങ്ങൾ കള്ളങ്ങൾ പൊളിക്കാൻ ഇറങ്ങിയതാണോ? എന്നാൽ പൊളിക്കാം. എനിക്കും കുറേ പൊളിക്കാനുണ്ട്. എൻ്റെ അമ്മയുടെ ബാഗിൽ മാല എടുത്ത് വെച്ചതടക്കം കുറേ അനന്തപുരിയിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ പല വൃത്തികെട്ട കള്ളങ്ങളും ഞാൻ പൊളിക്കാം എന്നും നമ്മുടെ നയന പറയുക. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ജലജ പറയുക, കനകെ, നിൻ്റെ മോളുടെ ജീവിതം നടുത്തെരുവിലാണ് നിൽക്കാൻ പോകുന്നത്. കാരണം അവളുടെ ഭർത്താവ് ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ നീ കാണുന്നുണ്ടല്ലോ. ഇനിയും അതുപോലുള്ള ഓരോന്നുകളൊക്കെ സംഭവിക്കും. ആദർശിനെ എല്ലാവരും അത്രയ്ക്ക് നല്ലവനായിട്ടാണ് കണ്ടത്. ഇപ്പം എല്ലാവരും അവനെ അത്രത്തോളം വെറുക്കുന്നുമുണ്ട് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ കനക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന, അതെ, നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ വന്നത്, പോയി പ്രാർത്ഥിക്ക്, ഞാൻ പോവുക, വാമേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. ഈ സമയം അനാമിക പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വന്നോ? അല്ല, നീ എന്ത് പ്രാർത്ഥിക്കാൻ വന്നതാ? നിന്റെ ഭർത്താവിൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കണേന്നോ? അതെ, അതിന് തന്നെയടി വന്നത്. നിനക്കെന്താ എണ്ണം? അല്ലെങ്കിലും കുറച്ചെങ്കിലും നാണോ മാനോ നിനക്കൊക്കെ ഉണ്ടോടി? എന്ത് പറയാനാ, ഞാൻ ഇവരെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു, നിൻ്റെ ഈ അമ്മയെ.
നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോമാനം ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സ്വന്തം മോളെ ആ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം വന്ന് വീട്ടിൽ കൊണ്ടുപോയി നിർത്താത്തത് എന്താ? അവിടെ ആരോടും വന്ന് പ്രതികരിക്കാത്തത് എന്താ? നിങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ പറയണം. എന്താടി എൻ്റെ അമ്മ എന്ത് തെറ്റടി ചെയ്തത്? അങ്ങനെ എൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പോയാലും ഞാൻ പോകില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോകില്ല. നിങ്ങൾക്കും ഇതേ ഇവരുടെയൊക്കെ സ്വഭാവം അതല്ലേ, വലിയ വലിയ പണക്കാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ആ ജീവിതം തകർന്നാലോ? അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകാത്തത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിപ്പോയി. നിനക്കതിൽ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുമ്പോൾ നിൻ്റെ ജീവിതം നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാനേ എൻ്റെ ഭർത്താവുമായിട്ട് അകന്ന് കഴിഞ്ഞിട്ടുണ്ട്, പരസ്പരം ഒരു റൂമിൽ അകന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ ഭർത്താവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ കണ്ടാണുങ്ങളുടെ കൂടെ പരസ്യമായിട്ട് ചുറ്റിയിട്ടൊന്നുമില്ല. അതേടി, ഞാൻ പരസ്യമായിട്ട് അത് ചെയ്തെങ്കിൽ നിൻ്റെയൊക്കെ മനസ്സിലത് രഹസ്യമായിട്ടാണ് നീയൊക്കെ ചുറ്റുന്നത്. ആണെങ്കിൽ മൂഞ്ചിക്കളാ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ പോകാൻ നോക്ക്. നീ അമ്പലത്തിൽ വന്നാണെങ്കിൽ പോയി പ്രാർത്ഥിക്ക്. ഞാൻ അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയാടി, നല്ലവരെ അമ്പലത്തിലേക്ക് പോകും, അല്ലാതെ നിന്നെ പോലുള്ള ദുഷ്ട മനസ്സുള്ളവരൊന്നും അമ്പലത്തിലേക്ക് പോവില്ല. നിൻ്റെ ഈ വൃത്തികെട്ട മനസ്സുകൊണ്ടാടി നീ ഇന്ന് അന്യവളുടെ കൊച്ചിനെ താലോലിക്കേണ്ടി വന്നത്. നിനക്ക് അതിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കേണ്ടി വന്നത്. അതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ്. അങ്ങനെ എനിക്ക് ദൈവം ശിക്ഷ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാടി. അതൊക്കെ നിന്നെപ്പോലെ ഒരുത്തിയുടെയൊക്കെ പാവം കൊണ്ട് കിട്ടുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുട്ടനടിയായി. ഈ സമയം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കുറേ നേരം എൻ്റെ മോളുടെ മെക്കിട്ട് കയറുന്നു. നീ പോയി നിൻ്റെ ജീവിതം നോക്കടി. അനിയെ പറഞ്ഞ് എങ്ങനെയാലും സമാധാനിപ്പിക്കാൻ നോക്ക്. എങ്ങനെ സമാധാനിപ്പിക്കാനാ? വേറൊരുത്തി നടുക്കേറി നിൽക്കുമല്ലേ? എൻ്റെ നന്ദൂട്ടൻ ആരുടെയും ജീവിതം തകർക്കാനൊന്നും നോക്കില്ല. നിൻ്റെ ജീവിതം നന്നായ നിനക്ക് നല്ലത്. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ആ പയ്യനെ സ്നേഹിക്കാൻ നോക്ക്. അല്ലാതെ എൻ്റെ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയും കനകയും അങ്ങോട്ട് മാറുക. അപ്പോൾ കനക, മോളെ, അവൾ ഓരോ കുറ്റവും നിന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അവസ്ഥയിൽ നിൽക്കുക. അത് നീ ഒന്ന് ചിന്തിക്കണം എന്നും പറഞ്ഞിട്ട് കനക അങ്ങ് പോയി. അത് കേട്ടത് നയന സങ്കടത്തിലാവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.